സ്കൂൾ തുറക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തിരുവനന്തപുരം നഗരം മൊത്തത്തിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് കുട്ടികളിപ്പോൾ ഒരു ഓട്ടത്തിലാണ്. അവസാന നിമിഷം ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് മിച്ചമുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് ബാക്കിയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് തിരുവനന്തപുരം വിപണിയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഓണം എന്നതുപോലെ, ക്രിസ്മസ് എന്നതുപോലെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് തിരുവനന്തപുരം നിൽക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ പാളയം, സ്റ്റാച്ചു, കേശദാസുപുരം, അതോടൊപ്പം തന്നെ ചാല മാർക്കറ്റുകളടക്കം തന്നെ ഇപ്പോൾ ആ ഒരു വിപണി, സ്കൂൾ വിപണി ഇപ്പോൾ ഉണർന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാടാണ്. അത് വഴുതക്കാട് ഈ കേരള പോലീസിൻ്റെ തന്നെ അവരുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പുസ്തക വിപണിയുണ്ട്. അവിടെയാണ് നിൽക്കുന്നത്. അതായത് വഴുതക്കാട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൻ്റെ അടുത്തായിട്ട് പോലീസിൻ്റെ ട്രെയിനിങ് കോളേജിലാണ് ഇതിപ്പോൾ കേരള പോലീസ് ഈ ഒരു സ്കൂൾ വിപണി സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള, അതായത് വിപണിയിലുള്ള ബുക്കുകളെ കാട്ടി അവർ വലിയ രീതിയിലുള്ള ഒരു ഓഫറുകൾ, ഒരു 30% അല്ലെങ്കിൽ 50% ഓഫറുകളാണ് അവർ കൊടുക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത. ഈ സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബുക്കുകളിലടക്കം ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ ഡിസ്നിയിലെ കാർട്ടൂണുകൾ, അതോടൊപ്പം തന്നെ സ്പൈഡർമാൻ, ബാറ്റ്സ്മാൻ, അങ്ങനെയൊക്കെയുള്ള ചില അവരുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള കാർട്ടൂണുകളാണ് ബുക്കുകളിലും അതോടൊപ്പം തന്നെ ബാഗുകളിലും വാട്ടർ ബോട്ടിലുകളിലും ലഞ്ച് ബോക്സുകളിലും അടക്കം അച്ചടിച്ച് ഇറക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബോക്സുകൾ, അതായത് പെൻസിൽ ബോക്സിൽ ഡിജിറ്റൽ പെൻസിൽ ബോക്സ് എന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഡിജിറ്റൽ ബോക്സിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അതിൽ തന്നെ എഴുതാനും അതിൽ തന്നെ മായ്ക്കാനുമുള്ള ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ടെക്നിക്ക് അതിൻ്റെ അകത്ത് ഉണ്ട് എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. ഇത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇറക്കിയ ഉടനെ തന്നെ ഇത് വലിയ രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. നമുക്ക് നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ഡിജിറ്റൽ ബോക്സിൻ്റെ ഡിസ്പ്ലേ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഇവിടെ ഇല്ല, സെയിലില്ല. അവർ വീണ്ടും ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ദിവസത്തിനകം അത് വീണ്ടും ഈ വിപണിയിലേക്ക് എത്തുമെന്നാണ് നമുക്കിവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. കൂടാതെ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്കുകൾ, അതായത് രാവിലെ നമ്മളെത്തി ആ സമയത്ത് തിരക്ക് കുറവാണെങ്കിലും ഇപ്പോൾ ഈ നിമിഷം ഒരു ഉച്ചയൊക്കെ അടുക്കാറായപ്പോൾ വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. സ്കൂളുകളും അതോടൊപ്പം തന്നെ സ്കൂളുകളിലെ ഓഫീസുകളും സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ദിനമായതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങൾക്ക് ശേഷം, അതായത് ഒരു 5 മണി 5:30 ശേഷം മാത്രം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ജനസാന്ദ്രത അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ തന്നെ കച്ചവടക്കാർ തന്നെ പറയുന്നത്. നമുക്കിവിടെ ഓരോ ബുക്കുകളെ പറ്റി, എന്തൊക്കെ തരം ബുക്കുകളാണുള്ളത്, അതിൽ എന്തൊക്കെ ഓഫറുകളുണ്ട്, കൂടാതെ ബോക്സുകൾ, അതായത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബോക്സുകൾ, പൗച്ചുകൾ, അതോടൊപ്പം തന്നെ വാട്ടർ ബോട്ടിലുകൾ, അതിൻ്റെയൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം. അതിലാണ് നമുക്ക് 400 സംതിങ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അത്യാവശ്യം മൂവിങ് ഉണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് ഒരു 1.5 മാസത്തോളമായി. ഈ കൊച്ചു കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ കാർട്ടൂൺ പ്രിൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ പല മോഡൽ വെറൈറ്റി ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. ബാർബി, സ്പൈഡർമാൻ, നെറോട്ടോ, അങ്ങനെ കുറേ മോഡൽ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ട്രെൻഡിങ്ങിലുള്ള ഐറ്റങ്ങളാണ്. കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ബാഗ് വാങ്ങിച്ചോ? ഏതാ ഈ ബാഗ് ഇതിന്റെ പേര് ബഹിരാകാശത്തേക്ക് പോകാനാണോ? എത്രാം ക്ലാസ്സിലാ? ഒന്നില്. പേര് ജുവാന. കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള ബോക്സുകളാണ് ഇവിടെ ഉള്ളത്. നമുക്കിനി ആ ബോക്സുകളിലേക്കൊന്ന് നോക്കാം. ഈ വർഷത്തെ ഒരു ട്രെൻഡിങ് ഡിജിറ്റൽ ബോക്സ് ആയിരുന്നു. അത് എങ്ങനെയാണ്? വന്നോടൻ തന്നെ സെയിലാണ്? ഈ കൊച്ചുകുട്ടികൾ ഏറ്റവും കൂടുതൽ ഏതാണ്? കൊച്ചുകുട്ടി ഏറ്റവും കുറഞ്ഞത് ഇതാണ്. ഇത് വന്ന് 45, ഇത് 140, ഇത് 80, ആ റേറ്റൊക്കെയാണ് പറഞ്ഞത്. അതായത് 45 മുതലാണോ തുടങ്ങും? 45 മുതൽ തുടങ്ങും. 19 തൊട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. കൂടുതലും കാർട്ടൂൺ ടൈപ്പാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ പുസ്തകങ്ങൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റ് ഇപ്പോൾ വരുന്നവർക്ക് കഴിക്കാനുള്ള ചെറിയ ലഘുഭക്ഷണമായ പായസം, അതോടൊപ്പം തന്നെ ചെറിയ ഫർണിച്ചറുകളുടെ സ്റ്റാളുകൾ, അങ്ങനെ വസ്ത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂൾ യൂണിഫോമുകളും ഇവിടെ ഉണ്ട് എന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 7-8ഓളം കൗണ്ടറുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതായത് തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉണ്ട്. കൂടാതെ ഈ ചെറുതായിട്ടുള്ള ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള മരുന്നുകൾ അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ട് എന്നതും
ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ ഒറ്റ കുടക്കീഴിൽ, അതായത് ഈ സ്കൂൾ സമയം തുറക്കുന്ന ഒരു സമയത്ത് ഈ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഓരോന്നും ഓരോ സ്ഥലത്ത് ചെന്ന് വാങ്ങിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പക്ഷേ ഇവിടെ എല്ലാം ഒറ്റ കുടക്കീഴിൽ തന്നെ ലഭ്യമാകുന്നു, അതും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വളരെ കുറഞ്ഞ റേറ്റിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഒരു സ്കൂൾ വിപണി മേളയിലുണ്ട് എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത.